യുഡിഎഫിന്റെ രാജ്ഭവൻ ധർണ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. 146 പ്രതിപക്ഷ എംപിമാരെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ധർണ. പാർലമെന്റിൽ സംഭവിച്ചത് ഗുരുതര സുരക്ഷാ വീഴ്ചയാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു. പുകബോംബ് കൊണ്ടുവന്നവർക്ക് വിഷബോംബ് കൊണ്ടുവരാനും കഴിയും. അക്രമത്തിൽ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഒരു പ്രസ്താവന പോലും നടത്തിയില്ല. അപകടകരമായ രീതിയിലേക്ക് ജനാധിപത്യം വഴുതി വീഴുകയാണെന്നും വി ഡി സതീശൻ ആരോപിച്ചു. പാർലമെന്റിൽ അകത്തുണ്ടായ ആക്രമണം, പാർലമെന്റിന്റെ ഗ്യാലറിയിൽ നിന്നും രണ്ടുപേര് ചാടി വീണ് പുക ബോംബ് കത്തിച്ച സംഭവമാണ്. ആ പുക ബോംബിന് പകരം വിഷബോംബ് ആയിരുന്നുവെങ്കിൽ, കാരണം പുക ബോംബ് സെക്യൂരിറ്റിയെ മറികടന്ന് കൊണ്ടുവരാനും കഴിയുന്ന ഒരു അക്രമിക്ക് അത് വിഷബോംബ് കൊണ്ടുവരാനും കഴിയും. എന്തായാലും സെക്യൂരിറ്റി പരിശോധനയെ മറികടന്നല്ലേ ആ അകത്ത് കയറി. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ ആര് ഉത്തരം പറയുമായിരുന്നു? പാർലമെന്റ് ആക്രമണം ഉണ്ടായതിന്റെ വാർഷികമാണ്. അന്ന് പോലും ആവശ്യമായ സുരക്ഷാ പരിശോധനകൾ പാർലമെന്റിനകത്ത് ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ ഗുരുതരമായ വീഴ്ചയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ, പ്രധാനമന്ത്രിയുടെ, ആഭ്യന്തരമന്ത്രിയുടെ ഗുരുതരമായ വീഴ്ചയാണ്. പാർലമെന്റിന്റെ അകത്ത് മാത്രമല്ല പുറത്തും അവര് തീ കത്തിച്ചുമെല്ലാം പ്രതിഷേധിച്ചത് ആരുമാകട്ടെ, അത് നൽകുന്ന സന്ദേശം എന്താണ്? ഏത് ആക്രമിക്കും എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളെയും സുരക്ഷാ പരിശോധനകളെയും മറികടന്ന് ഏത് ആയുധവുമായും പാർലമെന്റിന്റെ അകത്ത് കയറാൻ പറ്റുമെന്നുള്ളൊരു ഏറ്റവും ഗുരുതരമായ ഒരു സന്ദേശമാണ് കൊടുത്തത്. നമ്മുടെ രാജ്യത്തെ തകർക്കാൻ രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തും ഒക്കെ പല ശക്തികൾ ശ്രമിക്കുന്ന കാലത്ത്, എല്ലാ കാലത്തും ഇതുണ്ടായി. പക്ഷേ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടുണ്ടായി, എന്താണ് സംഭവിച്ചത്? പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത്തരം സംഭവങ്ങൾ പാർലമെന്റിന്റെ അകത്തോ പുറത്തോ മാത്രമല്ല, ഈ രാജ്യത്ത് എവിടെ സംഭവിച്ചാലും അത് സംബന്ധിച്ച ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു പ്രസ്താവന പ്രധാനമന്ത്രി നൽകുന്നത് പതിവാണ്. ബന്ധപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയോ പ്രധാനമന്ത്രിയോ ഇത് സംബന്ധിച്ച് ഒരു പ്രസ്താവന കൊടുക്കില്ല. ലോകസഭയിലും രാജ്യസഭയിലും കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ധിക്കാരവും ദാസ്യവും എവിടെ ഉണ്ടാവും? അത് കഴിഞ്ഞ പിന്നെ കേരളത്തിലാണുള്ളത്. ഇത്രയും വലിയ ധിക്കാരം പാർലമെന്റിൽ വന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കില്ല. എംപിമാരെല്ലാവരും, സ്പീക്കർ അടക്കമുള്ള എല്ലാ എംപിമാരും ഇരിക്കുമ്പോൾ, മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ ഇരിക്കുമ്പോൾ ഇത്രയും വലിയ അക്രമം കാണിച്ചതിന്റെ പശ്ചാത്തലം എന്താണ്?